മുഖ്യമന്ത്രിയുടെ പഴയൊരു പ്രസംഗം ഇപ്പോൾ വിവാദമാവുകയാണ്. ചെറുപ്പക്കാരുടെ ശരീരത്തിൽ വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന ASP ആണ് റവാഡ. ഇത് ഇന്നത്തെ DGP റവാഡ ചന്ദ്രശേഖരനെ കുറിച്ച് മുൻപൊരിക്കൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞ വാക്കുകളാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് സംബന്ധിച്ച് അന്നത്തെ ASP ആയിരുന്ന ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരൻ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു എന്നാണ് രേഖയിൽ കാണുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയത് റവാഡ ചന്ദ്രശേഖർ ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ച സമയത്ത് ഉയർന്നു വന്നിരുന്നു. തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന് തുടങ്ങുന്ന പത്ര റിപ്പോർട്ട് ഇത് ഉദ്ധരിച്ചാണ് പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയിരിക്കുന്നത്. സംഭവത്തിൽ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നൽകിയതും റവാഡ ചന്ദ്രശേഖർ ആണെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. ലാത്തി ചാർജിൽ മാരകമായി പരിക്കേറ്റ് വീണുകിടന്ന DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജൻ വെടിവെക്കാനുള്ള ഒരുക്കം കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കരിങ്കൊടി കാണിക്കാൻ വന്നവരാണ്, കരിങ്കൊടി കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ വെടിവെക്കരുത് എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾക്ക് വെടിവെപ്പ് ഒരു പരിശീലനമാണ് എന്ന് റവാഡ ചന്ദ്രശേഖർ മറുപടി പറഞ്ഞതായിട്ടാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പക്കാരുടെ ശരീരത്തിൽ വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന ASP ആണ് റവാഡ എന്നും പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. 1994 നവംബർ 25 കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. കൂത്തുപറമ്പ് സഹകരണ കോളേജിൽ സ്വാശ്രയ പ്രവേശനം അനുവദിക്കുന്നതിനെതിരെ SFI നടത്തിയ പ്രക്ഷോഭത്തിനിടെ ആയിരുന്നു പോലീസ് വെടിവെപ്പ്. 5 വിദ്യാർത്ഥികളാണ് അന്ന് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ണൂർ ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെതിരെ CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഡോക്ടറാകാൻ ആഗ്രഹിച്ച റവാഡ ചന്ദ്രശേഖർ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് സിവിൽ സർവീസിൽ എത്തുന്നത്. തലശ്ശേരി ASP സർവീസ് ആരംഭിച്ച അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ സർവീസിൽ തിരിച്ചെത്തി. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും വിവിധ ജില്ലകളിലെ ASP ആയും അദ്ദേഹം മികവ് തെളിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടേഷനിൽ സേവനം അനുഷ്ഠിച്ച ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം ഏറെ വൈകാതെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് മാറി. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സുപ്രധാന രഹസ്യാന്വേഷണ ചുമതലകൾ വഹിച്ച് IBയുടെ സ്പെഷ്യൽ ഡയറക്ടർ പദവി വരെ എത്തി. 15 വർഷത്തെ സുദീർഘമായ കേന്ദ്ര സർവീസിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കേരള പോലീസിന്റെ അമരത്തേക്ക് മടങ്ങി വരുന്നത്. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും സ്തുത്യർഹ സേവാ മെഡലും ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ടെന്ന് CPM നേതൃത്വം പരസ്യമായി ആരോപിച്ചിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജൻ റവാഡയ്ക്കെതിരെ പല വേദികളിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും അദ്ദേഹത്തെ ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. രക്തസാക്ഷി കുടുംബങ്ങൾക്കും അണികൾക്കുമിടയിൽ റവാഡ ചന്ദ്രശേഖരൻ ഒരു വിവാദ വ്യക്തിത്വമായി നിലനിൽക്കെയാണ് അദ്ദേഹത്തെ DGP നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം വരുന്നത്. പുതിയ DGP നിയമനത്തിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ CPM-നകത്തും പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിലും വലിയ ചർച്ചകൾ നടന്നിരുന്നു. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും ഈ നിയമനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കും എന്ന ധാരണയുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയും സർക്കാരും റവാഡയുടെ നിയമനത്തെ ന്യായീകരിച്ചതോടെ P ജയരാജന് തന്റെ മുൻ നിലപാടിൽ അയവ് വരുത്തേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.